ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം എവ്രി വൺ ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടാ. ബിക്കോസ് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഓൺ റോഡ് ട്രിപ്പ് അടിക്കുകയാണ്, അതും കോയമ്പത്തൂരിലേക്ക്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഫസ്റ്റ് പോയത് വരിക്കാശ്ശേരി മനയിലേക്കാട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് നമ്മളെ വീട് പരപ്പനങ്ങാടിയാണ്. നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്ത് ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ 20 മിനിറ്റിൻ്റെ അടുത്തുണ്ട് വരിക്കാശ്ശേരി മനയ്ക്ക് കേട്ടോ. അങ്ങനെ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പം നമ്മളവിടെ എത്തി. അപ്പം ഒരു പ്രാവശ്യം ഞാനിവിടെ PGക്ക് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സൊക്കെ കട്ടാക്കി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, വരിക്കാശ്ശേരി മന എന്ന് പറയുമ്പം ഒറ്റപ്പാലം വില്ലേജിലാണുള്ളത്. നമ്മുടെ ഒരുപാട് മൂവീസിലുണ്ട്. നമ്മളെ ഫേമസ് ആയിട്ടുള്ള ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം, രാപ്പകൽ, അതേപോലെ പിന്നെ ഏതൊക്കെയാണ്, അനന്തഭദ്രം, ബ്രഹ്മയുഗം, അതിലൊക്കെ ഉള്ളത് ഈ ഒരു മനയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാസ്തുവിദ്യ തന്നെയാണ്. അതായത് മറ്റേ സങ്കീർണമായ മരപ്പണികളും വ്യത്യസ്ത സൗന്ദര്യ ശാസ്ത്രവും ഒക്കെ അടങ്ങിയ ഒരു കേരള ക്ലാസിക് സ്റ്റൈൽ വാസ്തുവിദ്യയാണ് നമ്മുടെ വരിക്കാശ്ശേരി മനയ്ക്കുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ പോയത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്നൊരു ഗ്രാമത്തിലാണ്. നമുക്കറിയാം ഈ കൊല്ലങ്കോട് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്, അതാണ് കുടിലിട. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഓരോ പാടങ്ങളും വയലുകളൊക്കെ ആയിട്ട് അത് ഭയങ്കര മനോഹരമായ പ്ലേസല്ലേ പാലക്കാട്. അങ്ങനെ നമ്മളിതാ ഒരു കറക്റ്റ് ഉച്ച സമയത്താണ് നമ്മൾ കുടിലിടത്തിൽ എത്തിയിട്ടുള്ളത്. ഭയങ്കര നല്ലൊരു പ്ലേസ്. അതായത് നമുക്ക് ഇങ്ങനെ ഈ സിറ്റീസ് നിന്നൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു കൂളായിട്ട് റിഫ്രഷ്മെൻറ്റ് ഏരിയ ഒക്കെ പോലെ നമുക്കിങ്ങനെ മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു പ്ലേസാണ് ഈ ഒരു കുടിലിടം എന്ന് പറയുന്നത്. നമ്മളവിടെ എത്തി നട്ട ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, ഹെവി വെയിലായിരുന്നു. പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് നമ്മൾ ആ വെയിൽ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നമുക്കറിയാം രാജ്യത്തെ മനോഹരമായ 100 ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഈ കുടിലിടത്തിന്, അതായത് ഈ കൊല്ലങ്കോടിന് 3-ാം സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ നമ്മൾ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് പോവാട്ടോ. കോയമ്പത്തൂരിലേക്ക് പോവാണ്. നമ്മൾ വരിക്കാശ്ശേരി മനയിൽ നിന്ന് കൊല്ലങ്കോടിലേക്ക് ഒരു 1.5 മണിക്കൂർ എടുത്തേ. പിന്നെ നമ്മൾ കൊല്ലങ്കോട് നേരെ കോയമ്പത്തൂരിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വാളയാർ എത്താനായിട്ട് 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ നേരെ കോയമ്പത്തൂർ ഫസ്റ്റ് വിട്ടത് ആദിയോഗി അങ്ങോട്ടേക്ക് കേട്ടോ. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാശില്പമായ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ആദിയോഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ മണ്ഡലമാസത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് വണ്ടികളായിട്ടും ഒരുപാട് സ്വാമിമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി, അവിടെ തൊഴുതു. അങ്ങനെ നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. നമുക്കറിയാം ഇഷ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനായ സദ്ഗുരു രൂപകൽപ്പന ചെയ്തതാണ് ഈ പ്രതിമ. അതിൻ്റെ ഒരു ഭാരം എന്നൊക്കെ പറയുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 500 ടണ്ണൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ കുറേ ഷോപ്പിങ്ങും കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ നമുക്കറിയാം അവിടെ ഒരു 7 മണിക്ക് ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാനായിട്ട് അവിടെ ഇരുന്നു കേട്ടോ.
നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ജാനിമോളെ കൂടെയാണ്. നമ്മൾ നൈറ്റ് നേരെ അവിടെ നിന്ന് കോയമ്പത്തൂരിക്ക് തന്നെ വിട്ടു. ആദിയോഗിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. നമ്മളെ ചേച്ചീൻ്റെ ഏട്ടൻ്റെ വീട് അവിടെ ഉണ്ട്, ഏട്ടൻ്റെ വീട് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ നമ്മളെ ഡേ ഇതാ. അവിടുത്തെ ഞങ്ങളുടെ വാവയാണ് ജാനിമോള്, ജാൻവി എന്നാ പേര്. അപ്പോൾ ജാനീൻ്റെ കൂടെ നമ്മൾ കളിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് എക്സാക്റ്റ് കോയമ്പത്തൂരാണ്. നമ്മളവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ശരിക്കും ഇങ്ങനെ വേറെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് ഇതിനൊക്കെ ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടന്ന് ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അപ്പോഴാണ് അവിടെ ഫിൽറ്റർ കോഫീൻ്റെ ഒരു പ്ലേസ് കണ്ടത്. അപ്പോൾ നമ്മൾ തമിഴ്നാടൊക്കെ വന്നിട്ട് ഫിൽറ്റർ കോഫി കുടിക്കാൻ ഞാൻ മോശമാണല്ലോ, അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വരുന്ന വഴിക്കൊരു കോയമ്പത്തൂർ തന്നെ വലിയൊരു ഗണപതി ക്ഷേത്രം കണ്ടു. അപ്പം അവിടെ ഒന്ന് തൊഴാമെന്ന് വിചാരിച്ച് പോവാണ്. അങ്ങനെ നമ്മൾ ആ ഗണപതി ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതു. ഞാനാദ്യമായിട്ടാട്ടോ ഇത്ര വലിയൊരു ഗണപതി വിഗ്രഹം ക്ഷേത്രമൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മളവിടെ പോയി തൊഴുതു. പിന്നെ നേരെ റിട്ടേൺ അടിച്ചു കേട്ടോ. ഇത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, റീൽസിലൂടെ ഫേമസ് ആയിട്ടുള്ള മസാല മോരിൻ്റെ ഷോപ്പാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയി മസാല മോരൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് റിട്ടേൺ അടിച്ചു കേട്ടോ. ഇത് നമ്മൾ ഡയറക്റ്റ് ഹൈവേ പിടിച്ചുകൊണ്ട് നമ്മളൊരു 4.5 മണിക്കൂർ കൊണ്ട് എത്തി. നമ്മൾ പോണ വഴിക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു 5-5.5-6 മണിക്കൂർ എടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ അവിടെ എത്താനായിട്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് ഒരു 9 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ പരപ്പനങ്ങാടി നമ്മൾ ലാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ആയിട്ട് നമ്മൾ പോണത്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ.